എല്ലാവർക്കും നമസ്കാരം. പിന്നെ എല്ലാവർക്കും ആദ്യമായിട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്ലോഗ് എടുത്തേക്കാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ബ്ലോഗ് എടുക്കാൻ പോകണേ. അപ്പോൾ ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ചെടികളെല്ലാം പൂക്കൾ കാണിക്കുക. ഒന്ന് ആന്തൂറിയത്തിൻ്റെ പൂ, അന്തൂരത്തിൻ്റെ പൂവുണ്ട് നമ്മുടെ ഇതിൽ. പിന്നെ ഓർക്കിഡിൻ്റെ പൂവുണ്ട് നമുക്ക്. മറ്റേ ഇതാ കേട്ടോ, എന്താ വെച്ചാൽ മറ്റേ ഗ്രൗണ്ട് ഓർക്കിഡാണ്. മറ്റേ ഓർക്കിഡിൻ്റെ പൂവൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ പേരറിയാത്തൊരു ചെടിയുടെ പൂ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ പൂ ഇത് ചൈനീസ് വോൾസമാണ്. ഇതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. ചെടിയുടെ കുറേ പൂ ഉണ്ടാകുന്ന കുറേ പൂവുണ്ട്. വേറൊരു പൂ ഇന്ന് ഞാൻ ഇതായിട്ട് വീഡിയോയിൽ കാണിക്കാത്തൊരു പൂവുണ്ട്. ഇതാണ്ടോ, വേറെ അറിയത്തില്ല. ഇതുണ്ടോ ചെത്തിപ്പൂ. ഇത് വേറൊരു ചെടി. ഇത് ഹൈഡ്രഞ്ചിയുടെ പൂവാണ്. വയലറ്റായിരുന്നു ഉണ്ടായപ്പം കുറേ നാളായത് കഴിഞ്ഞിട്ട്. ഇപ്പം പൂവിൻ്റെ കളർ പോയതാണ്. ഇതാണ് ശരിക്കും ഉള്ള ഓർക്കിഡ്. പിന്നെ ഇതുണ്ടോ മുസാന്ത. പിന്നെ റോസപ്പൂ. ഇത് വാടാമുല്ല അങ്ങനെ തോന്നുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് സീനിയ കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ ഇതെല്ലാം പൂവ് കേട്ടോ. ഇത് മറ്റേ സൂര്യകാന്തിയുടെ കാട്ടു സൂര്യകാന്തിയാണ്. പിന്നെ ഇത് സുഗന്ധങ്ങളുടെ രാജാവ് സുഗന്ധരാജൻ. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ പൂവിന്. ഇതുണ്ടോ സീനിയ. അവാക്കടവിൻ്റെ തൈ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അത്ര വലുതാണ് കേട്ടോ. റംബൂട്ടാൻ്റെ തൈകളും കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. ചെണ്ടമല്ലിയാണ്, പക്ഷേ ഇത് പൂവുണ്ടായിട്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവുമായിരിക്കും. സീനിയ കോളാമ്പിപ്പൂ കേട്ടോ, മഞ്ഞ കോളാമ്പിപ്പൂ. കണ്ടോ ഈ റോസയെല്ലാം മുട്ടുണ്ടായതായിരുന്നു. കണ്ടോ ഇതിൻ്റെ എല്ലാം ചെവിയിടാണോ നിറത്തില്ല. ഇത് മറ്റേ നമ്മുടെ തിന്നുന്നതാണ് ഈ ചെടിയുടെ. ഇതുണ്ടോ മറ്റേ നമ്മുടെ പച്ച വിട്ടിൽ അത് ഉണ്ടോ, അറുത്ത് കളയും. ഉണ്ടോ ഇത് മുട്ടൊന്നും ഉണ്ടോ, ചില മുട്ടൊന്നും വിരിയുന്ന പോലും ഇല്ല പച്ച വിട്ടിൽ ഇരുന്നിട്ട്. ഭയങ്കര ആക്രമണം. പിന്നെ കണ്ടോ പച്ചവെട്ടിൽ മാത്രമല്ല, ഇവനാണ് ഇതിൻ്റെ ആൾ കേട്ടോ. കണ്ടോ കണ്ടോ ഇരിക്കുന്ന കണ്ടോ ഒരാൾ കണ്ടോ, ഇവനാണ് ഇതിൻ്റെ ആൾ കേട്ടോ. ഉള്ളു മുട്ട് മൊത്തം തിന്നു തീർക്കും ഉണ്ടല്ലേ. പിന്നെ ഇത് 4 മണി ചെടി കേട്ടോ. 4 മണിയുടെ പൂവ് ഉണ്ടോ, മഞ്ഞ. വേറൊരു വാഴച്ചെടി, ചെടിയുടെ പൂവ് പലതരത്തിലുള്ള പൂവ് എന്താ, മഞ്ഞപ്പൂ, ചുവപ്പൂ, എന്താ പലതരത്തിലുള്ള പൂവ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. എന്താ മഞ്ഞ, എന്താ പലതരത്തിലുള്ള പൂവ്. പിന്നെ നല്ല പഴുത്ത നല്ല കാന്താരികൾ കാണിച്ചു തരാം. ഇതുണ്ടോ കാന്താരി കണ്ട, സൂപ്പർ കാന്താരികൾ കണ്ട. ഇവിടെയുള്ള കാന്താരി കേട്ടോ. പിന്നെ നമ്മുടെ മുള്ളാത്തതെല്ലാം പൂത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ കണ്ടോ, എല്ലാം വരികയെന്നറിയില്ല. കുറേ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടേക്കോ കുറേ പൂവുണ്ട്, തിരിയത്തില്ല. ഇത് പച്ചയായതുകൊണ്ട് നമ്മുടെ ചെറുതേനീച്ചക്കൂട്ടിലെ തേനീച്ച പോകുന്ന കാണണോ. കണ്ടോ ചെറുതേനീച്ചകൾ ഇരിക്കുന്ന കണ്ടോ. ഇത് നമ്മുടെ ചെറുനാരക കേട്ടോ. കണ്ടോ കണ്ടോ ഇവിടെ ഇറങ്ങുന്നുണ്ട്. 2 അവിടെ 3-4 ചെറുനാരകം കൂടെ ഉണ്ട്. കണ്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. എന്താണെന്നറിയില്ല എൻ്റെ അവസ്ഥ. ഇത് കിളുത്തൊന്നും കാണുന്നില്ല. നോക്കണം, നല്ല മഴയായതുകൊണ്ട് ചെയ്യാൻ തുടങ്ങി തോന്നുന്നു. ഇതിന് മാത്രം ചെറിയൊരു കിളിപ്പ് ഇത് പുതിയ വന്നത്. പിന്നെ വേറൊരു ചെടി കണ്ടോ, ഒരു വയലറ്റ് കൊണ്ടാകുന്ന ചെടി ഉണ്ടോ കേട്ടോ. അടിപൊളി പൂവാ. നമ്മുടെ ഇതുണ്ടോ, ഇത് നമ്മുടെ വേറെ റോസൊക്കെ ഉണ്ടോ. അതുണ്ടോ അടുത്ത് കയറി പോകുന്നതുണ്ടോ, തിന്നാൻ വേണ്ടി പോകുന്ന മുട്ട തിന്നാൻ വേണ്ടി കയറി പോകുന്നതാണ്. ഉണ്ടോ പൊക്കം ഉണ്ടോ അല്ലേ. ഇപ്പോൾ ഇത് പിന്നെ നമ്മുടെ വേറെ ഓർക്കിഡ് ഉണ്ടോ, വെള്ള ഓർക്കിഡ്. ഇത് അനാറ കേട്ടോ, നമ്മുടെ അനാറപ്പഴമില്ല അതിൻ്റെ തയ്യ കേട്ടോ. ഇതും അനാറാണ്. ഇതിൽ നാളെ പൂ കഴിച്ചിട്ട് കായ ഉണ്ടായതാണ്, പക്ഷെ പിടിച്ചില്ല. പിന്നെ ഇതൊരു ഓർക്കിഡാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് നട്ട് വെച്ച ഓർക്കിഡാണ് കേട്ടോ. നല്ല പൂവുണ്ടാകുന്ന ഓർക്കിഡാണ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ചെടിയാണ്.
ഇത് മറ്റേ നമ്മുടെ ലോഗൻ ഫ്രൂട്ടിൻ്റെ തയ്യാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ചെടിയാണ് കേട്ടോ, ഞാൻ സ്ഥിരം കാണിക്കാറുള്ളത്. മഴയത്ത് നമ്മുടെ കുളത്തിൽ വെള്ളമായി കേട്ടോ, കണ്ടോ, നമ്മുടെ കുളത്തിൽ വെള്ളം നിറഞ്ഞു മഴയത്ത്. ഇത് പറ്റിപ്പോവും, അതുകൊണ്ട് നമ്മൾ മീനായിട്ട് ഇനി പ്ലാസ്റ്റിക് വല്ല ഇട്ട് കുളം ഒന്ന് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് മീനായിട്ട് കുറച്ചുകൊണ്ട് ഇടണം. പിന്നെ ഇത് റോസ് ചെത്തി കേട്ടോ, പൂവില്ല, മുട്ടായി വരുന്ന വെള്ളമുണ്ടല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.